ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന സീറോ മലബാർ സഭയിലെ എല്ലാ സഹോദരങ്ങൾക്കും യേശുവിൻ്റെ അതിശക്തമായ നാമത്തിൽ വന്ദനം അർപ്പിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ചെയ്യുകയാണ്, അതും ആദ്യമായിട്ട് മലയാളത്തിൽ. ഞാൻ ഇന്ന് വോയിസ് ഓഫ് ട്രൂത്ത് എന്ന ചാനലിൻ്റെ ഒരു വീഡിയോ കണ്ടു. അത് മാണ്ഡ്യ രൂപതയിലുള്ള കാപ്പയും കേപ്പയും നമ്മുടെ വൈദികർ ആളുകളെ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കുന്നത് ഇവർക്ക് യേശുക്രിസ്തുവിലോ അല്ലെങ്കിൽ ദൈവത്തിലോ സ്വർഗനരകങ്ങളിലോ ഒന്നും വിശ്വാസമില്ല എന്നുള്ളതാണ്. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ലുകൾ എടുത്തു വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതുപോലെ ആൾക്കാർക്കെല്ലാം കാപ്പ. മാതാവിനോട് ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ദിവസവും ജപമാല ചൊല്ലുക. അത് ഒന്നിൽ കൂടുതലോ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കാപ്പ ധരിച്ചത് കൊണ്ട്, വേഷം മാറിയത് കൊണ്ട് കുറുക്കൻ ഒരിക്കലും അവൻ്റെ സ്വഭാവം സിംഹത്തിൻ്റെതാക്കി മാറ്റാൻ സാധിക്കില്ലല്ലോ. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണല്ലോ നമ്മളുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആചാരാനുഷ്ഠാനങ്ങളല്ലല്ലോ. കല്ലുകൾ സാധാരണ ദൈവങ്ങളാണെന്ന് പറയുന്ന മതക്കാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കല്ല് വെക്കുകയാണെങ്കിൽ അതിനധികം ഒന്നുമില്ല, അതിനൊരു ധർമ്മം ഉണ്ടെന്നാണ് പറഞ്ഞത്. ധർമ്മം, ആ ധർമ്മം വെറും 5000 രൂപ. അപ്പോൾ ഈ വെള്ളാരം കല്ലുകൾ ചെത്തുമിനുക്കി 5000 ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ പൈസ പിരിച്ച് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഞാൻ പറയുന്ന ഈ മാണ്ഡ്യ രൂപതയിലെ അൽമായർ ഇത്രയും വിഡ്ഢികളാണോ? എന്നോട് തെറി പറയല്ലേ. ഞങ്ങളുടെ MST അച്ഛന്മാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ MSTയിലാണ് പഠിച്ച് വളർന്നത്. അതിനുശേഷം ഞാൻ ഒറീസയിലുള്ള ബാലേശ്വർ രൂപതയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ തലശ്ശേരി രൂപതയിലുള്ള പുറവയിൽ ഇടവകയിൽ നിന്നുള്ള ഫാദർ വർഗീസ് പുതുമറ്റമാണ്. അല്ലെങ്കിൽ ചോദിക്കും, പേരൊന്നും പറയാതെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു എന്ന് ഹോസിയ പ്രവാചകനിലൂടെ പിതാവായ ദൈവം പറയുന്നുണ്ട്. 4-ാം അധ്യായം 6-ാം വാക്യം. അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ആ 4-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് വൈദികർക്കെതിരേതാണ്. വൈദികർ ദൈവത്തിൻ്റെ ജ്ഞാനം ശേഖരിക്കുകയും ആ ജ്ഞാനം കൊടുത്ത് മക്കളെ വളർത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇത് ഒരു മെത്രാൻ അല്ലെങ്കിൽ പിന്നീട് കാർഡിനലായ നമ്മുടെ പാറേക്കാട്ടിൽ യൗസേഫ് മെത്രാപ്പോലീത്ത, അദ്ദേഹം തെറ്റായ ധാരണകൾ ലിറ്റർജിയിൽ വെച്ച് പുലർത്തുകയും അത് എറണാകുളത്തെ ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇന്നും പല അച്ഛന്മാരും, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ്, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾ ഇതാണ് ചെറുപ്പം മുതൽ കണ്ടു വളർന്നത്. അതുകൊണ്ട് അൽമായർ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം പഠിക്കുകയും സീറോ മലബാർ പാരമ്പര്യം പഠിക്കുകയും ചെയ്ത അച്ഛന്മാർ പോലും ഇതിനെതിരായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, എൻ്റെ ക്ലാസ്മേറ്റ് അച്ഛനും ഉണ്ട്. വിമതനെന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ വേറെ എന്ത് പേരാ പറയുന്നേ. പഠിച്ചിട്ടും പല കാരണങ്ങളാൽ അവർ പഠിച്ചതിനെതിരായിട്ടും പാരമ്പര്യത്തിനെതിരായിട്ടും ചെയ്യുന്നു. നമ്മൾ കൽദായരാണ്, നമുക്ക് വേറെ ഒരു കുർബാനയില്ല. എൻ്റെ ജൂനിയറായ, പക്ഷേ ജ്ഞാനത്തിലും വിവേകത്തിലും എന്നേക്കാൾ എത്രയോ അഗ്രഗണ്യനായ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ജോസ് മാണിപറമ്പിലച്ചൻ എല്ലാ ദിവസവും ഒത്തിരി ഉപദേശങ്ങൾ ഈ ചാനലിലൂടെ തരുന്നു. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ തരുന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരുന്നുകൊണ്ട് അതിനെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എനിക്കൊരിക്കലും ഇതൊന്നും പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ
എനിക്കൊരിക്കലും അച്ഛൻ പറയുന്ന അത്രയും ആധികാരികമായിട്ട് എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ സൃഷ്ടിയുടെ ആദ്യത്തെ പുസ്തകത്തിൽ കായനും ആബേലും ബലിയർപ്പിക്കാൻ പോയപ്പോൾ കായൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. എന്താണ് കാരണം? വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഉചിതമായ രീതിയിൽ അർപ്പിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നു. അതായത് പഴയ നിയമത്തിലെ ആരംഭത്തിൽ തന്നെ യാതൊരു നിയമങ്ങളും, സീനായ് മലയോ 10 കൽപ്പനയോ ഒന്നുമില്ലാതെ ഇരുന്ന സമയത്ത് പോലും അവർ സ്വഇഷ്ടത്താൽ ബലിയർപ്പിക്കാൻ പോയെങ്കിലും അവിടെയും ദൈവപിതാവിന് എന്തോ ഉചിതമായ രീതി ഉണ്ടായിരുന്നു. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിലും അതുപോലെ ലേവായ ഗ്രന്ഥത്തിൽ കൂടുതലായിട്ട് ദൈവമായ പിതാവ് പറയുന്ന എത്രയോ നിയമങ്ങളുണ്ട്. മോശയെ ദൈവം സമാഗമ കൂടാരത്തിൻ്റെ മോഡൽ സീനായ് പർവ്വതത്തിന് മുകളിൽ വെച്ച് കാണിച്ചു കൊടുക്കുകയും മൂശ കൂടാരം നിർമ്മിക്കുവാൻ ആരംഭിച്ചപ്പോൾ മേക്ക് ഇറ്റ് ജസ്റ്റ് ആസ് ഐ ഷോഡ് യു ഓൺ ദ മൗണ്ടൻ, അതുപോലെ വളരെ സ്ട്രിക്റ്റായിട്ട് അത് നിർമ്മിക്കാൻ മോശ വളരെയധികം ശ്രദ്ധിച്ചു. അത് നമുക്ക് ലേവായ ഗ്രന്ഥത്തിൽ വളരെയധികം ക്ലിയറായിട്ട് ഒത്തിരി അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോഹയോട് ഒരു വലിയ പെട്ടകം പണിയണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എല്ലാത്തരം ജീവികളും അതിൻ്റെ അകത്ത് ഇണകളനുസരിച്ച് കയറ്റണം, അതിനൊക്കെയുള്ള അവർക്കുള്ള ഭക്ഷണം വേണം, നിനക്കും വീട്ടുകാർക്കും എല്ലാം, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷേ അതിൻ്റെ തടിയുടെ ഇനം പറഞ്ഞു ഗോഫേർ, അതുപോലെ തന്നെ അതിൻ്റെ നീളം, വീതി, അതിൻ്റെ ഉയരം, അതിന് എന്ത് ചെയ്യണം, അതിൻ്റെ പുറത്ത് കീല് വരട്ടണം, അതിനൊരു വാതിലുണ്ടായിരിക്കണം, അതിനൊരു ജനലുണ്ടായിരിക്കണം. കൃത്യമായിട്ട് എല്ലാ സമയത്തും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബൈബിളിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റേതായ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവ ആരാധനയാകുന്നുള്ളൂ. ഉചിതമായ രീതിയിൽ അർപ്പിക്കുന്നില്ലെങ്കിൽ അത് ബലിയല്ല, ആരാധനയല്ല, ദൈവനിന്ദയാണ്. കത്തോലിക്ക സഭയിലെ, പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയിലെ ഇന്നത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എറണാകുളത്തെ മാത്രം പറയുന്നില്ല, കാരണം എല്ലാ രൂപതയിലും മെത്രാന്മാരുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സ് മെത്രാന്മാരുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് കഴിഞ്ഞാൽ കിട്ടും. അവരെ ഞാൻ എടുത്തു പറഞ്ഞ് കുറ്റം പറയുന്നില്ല. പക്ഷേ സിനഡിൽ ഇത്രയും മെത്രാന്മാരുണ്ടായിട്ട് ഒരു രൂപതയിൽ ഇതുപോലെ കർത്താവിനെ അപമാനിച്ചുകൊണ്ട്, ഞങ്ങളൊക്കെ പഠിച്ച സാക്രിലീജ് എന്നാണ്. ഇപ്പം നമ്മൾ പലരും പറയും ബസിലിക്ക, സെൻറ്റ് മേരീസ് ബസിലിക്ക ദേവാലയത്തിൽ ബലി അർപ്പിക്കുക. ഒരിക്കൽ അശുദ്ധമാക്കപ്പെട്ട ആ ബലിപീഠത്തിനെ പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ഇന്ന് ദേവാലയങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ആരാണ്? അവിടെ മെത്രാൻ്റെ ആവശ്യമില്ല. അതുപോലെ വിശുദ്ധ കുർബാനയെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ അർച്ചപ്പോൾ അവർക്ക് ഓസ്തി ഉണ്ടായിരുന്നായിരിക്കും. 2022 ഡിസംബർ 23 അവർ കണ്ടിന്യൂസ് ആയിട്ട് 16 മണിക്കൂർ കുർബാന അർപ്പിച്ചപ്പോൾ ഒരു സാക്രിലേജ് നടത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഈ അപ്പം, റൊട്ടി എന്ന് പറയാവുന്ന ഒറീസയിലായതുകൊണ്ട് ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറിയെന്ന് അവർക്ക് വിശ്വാസമില്ല, മാറുന്നു എന്ന് അവർക്ക് വിശ്വാസമില്ല. ഇവരാണ് ഇന്ന് ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്. നമുക്ക് പാറേക്കാട്ടിൽ പിതാവിനെ മാത്രം പറഞ്ഞാൽ പോരാ, അതിനുശേഷം ഇങ്ങോട്ടുള്ള ഒത്തിരി മെത്രാന്മാരും അതുപോലെ വൈദികരും എന്താണെന്ന് പഠിച്ചിട്ട് തലയിൽ മാത്രം ആശയം വെച്ചുകൊണ്ട് ഹൃദയത്തിൽ ദൈവത്തിനോടൊരു സ്നേഹവുമില്ലാതെ, അതായത് ഒരു സഭയിലെ ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി, എല്ലാവരും അകന്നു പോകുന്നില്ല, ഇതൊന്നും കണ്ടുകൊണ്ടും സഭ നശിക്കാൻ പോകുന്നില്ല, സത്യമാണ്. നരകവാടങ്ങൾക്ക് ഇതിനെതിരായിട്ട് പ്രബലപ്പെടാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ വചനം നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ ഇത് ചെയ്യുന്ന ഓരോ വ്യക്തിയും
അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇത് പല ദിവസങ്ങളിലായി കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരച്ഛൻ വളക്കച്ചവടത്തിൽ എന്തോ പ്രശ്നമുണ്ടാക്കി, അത് ചോദ്യം ചെയ്തപ്പോൾ ഉടനെ തന്നെ 18 ലക്ഷമോ എത്രയോ ലക്ഷങ്ങൾ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഉടനെ എടുത്തു കൊടുത്തു. അപ്പോൾ കോടികളുടെ ആസ്തിയുള്ളവരും ലിസി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ലിറ്റിൽ ഫ്ലവർ മുതലേ പല സ്ഥാപനങ്ങളും സ്വന്തം പേരിലാക്കിയ അച്ഛന്മാരും അതുപോലെ സേവേ ഫാമിലിയുടെ കോടികൾ മറിച്ച ബിഷപ്പുമാരും ഇന്ന് ഈ സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ട് ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പ് അതുപോലെ മറ്റ് ബിഷപ്പുമാർ സിനഡിലുള്ള എല്ലാ പിതാക്കന്മാരും ആരെങ്കിലും ഒരു വ്യക്തി എന്തുകൊണ്ട് ഇതിന് എതിര് പറയുന്നില്ല? അതായത് കത്തോലിക്ക സഭയിലുള്ള പ്യൂണിറ്റീവ് ആക്ഷൻസ്, പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടവർക്ക് അവരെ തിരിച്ച് വിശ്വാസത്തിലേക്കും ആരാധനയിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് തിരുത്തലിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കാൻ സഭയിലുള്ള നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സമവായം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഇതിനെതിരായി പറയുവാൻ നമ്മുടെ സീറോ മലബാർ സഭയിൽ ദേശത്തും വിദേശത്തുമായി ഒരു ബിഷപ്പും ഇല്ലയോ? അതോ നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ പോയാലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചിട്ട് 1-2 പേരെ പാമ്പ് കളിക്കാനും അല്ലെങ്കിൽ തട്ടിലിട്ടാടാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ? ഇതിന് സിനഡിലുള്ള എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ പുറത്തുള്ളവരും ഇതിന് ഉത്തരം നൽകണം. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വന്യവദേയനായ 82 വയസ്സുള്ള അച്ഛനെ അറ്റാക്ക് ചെയ്യുക, അതിനൊരു വൈദികൻ നേതൃത്വം കൊടുക്കുക, എന്നിട്ട് ഇതെല്ലാം മേഘം ചാനലിലൂടെ അതിനെയെല്ലാം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഇതൊന്നും കാണാൻ നിങ്ങൾ കണ്ണുപൊട്ടന്മാരാണോ? നിങ്ങൾ സ്കൂളുകളും കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റൽസും ഉണ്ടാക്കി കോടികളുടെ കാശുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ നടക്കുന്നതല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി രക്ഷപ്പെടണം ആത്മാവ് വേണ്ടിയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഈ പൈസ മുഴുവനും കേരളത്തിലെ കത്തോലിക്കരായുള്ള മക്കളുടെ പൈസയല്ലേ? എന്നിട്ട് അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ മക്കൾക്ക് പഠിക്കാനും പഠിച്ച് ഒരു ജോലി കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ യുവജനങ്ങൾ മുഴുവനും വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കരയുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മുതലക്കണ്ണീര് ഒഴുക്കുന്നത്? ഇന്നും പള്ളികളിൽ ആൾക്കാർ വരുന്നുമുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ അത് മാർത്തോമായുടെ രക്തസാക്ഷ്യത്തിൻ്റെ ഫലമാണെന്ന് മാത്രം നിങ്ങൾ വെച്ചാൽ മതി. അതുപോലെ തന്നെ മലബാർ കുടിയേറ്റ കാലത്തും അതുപോലെ പല ഹൈറേഞ്ച് കുടിയേറ്റ കാലം പല സമയത്തും അന്നത്തെ കാലത്തുണ്ടായിരുന്ന കഷ്ടപ്പെട്ട് പണിയെടുത്ത പല വൈദികരുടെയും ജീവിതാനുഭവങ്ങൾ കണ്ട് അതിൽ നിന്ന് കിട്ടിയ വിശ്വാസ ധൈര്യത്തിൽ വളർന്ന ഒരു തലമുറയുള്ളത് കൊണ്ടാണ് ഇന്ന് വിശ്വാസം പിടിച്ചു നിൽക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നിങ്ങൾ മത്സരിച്ചുണ്ടാക്കുന്ന, അതായത് 2 കിലോമീറ്റർ അപ്പുറത്തൊരു പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആൾക്കാർ അത് മത്സരിച്ച് അതിനേക്കാൾ വലിയ, അവർ 200 കോടിയുടെ ആണെങ്കിൽ നിങ്ങൾ 300 കോടിയുടെ ഉണ്ടാക്കും. 10 വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളികളിൽ എത്ര യുവജനങ്ങൾ കാണും, എത്ര കുട്ടികൾ കാണും എന്ന് നമ്മൾ ചിന്തിക്കണം. സഭയിൽ നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ സമയാസമയത്ത് നടത്തുന്നില്ലെങ്കിൽ വളരെയധികം തെറ്റുകൾ കയറിക്കൂടി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അതിനെ ശരിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഒരച്ഛൻ പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നു, റോബിൻ എന്ന് പറഞ്ഞ അച്ഛൻ. അത് ഒരു സുപ്രഭാതത്തിൽ ചെയ്ത ഒരു കുറ്റം മാത്രമല്ല എന്ന് അച്ഛനെ അറിയാവുന്ന ബിഷപ്പിനും അച്ഛൻ്റെ കൂടെ ഡൈസിലുള്ള ആൾക്കാർക്കും അവിടെ വർക്ക് ചെയ്തിരുന്ന സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും എല്ലാവർക്കും അറിയാം. പല കാര്യം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അമ്മയുടെ ചെവി കടിച്ചെടുത്ത മകൻ, അവൻ അമ്മയുടെ ഒരു പഴയ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. അമ്മയുടെ ചെവിട്ടിൽ അവൻ എന്താണ് പറഞ്ഞത്? അവൻ തൂക്കിക്കൊല്ലപ്പെടാൻ കൊണ്ടുപോകുന്ന സമയത്ത് അവസാനം ആഗ്രഹം അവൻ പറഞ്ഞു അമ്മയെ കാണണം. അമ്മയുടെ ചെവിയിൽ എന്താണ് പറഞ്ഞത്? ചെറുനാരങ്ങ കെട്ടപ്പോൾ വിരലിൽ ഒന്ന് നുള്ളിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരികയില്ലായിരുന്നു. അപ്പോൾ ബിഷപ്പുമാർക്ക് അല്ലെങ്കിൽ ഭരണകേന്ദ്രത്തിലേക്ക്, സഭയുടെ ഭരണകേന്ദ്രത്തിലേക്ക് പൈസ കൊടുക്കുവാനും അതുപോലെ തന്നെ പലതരത്തിൽ പൈസകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് പൊസിഷനും, കഷ്ടപ്പെട്ട് വില്ലേജുകളിലും മലമുകളിലൊക്കെ പണിയുന്ന അച്ഛന്മാർക്ക് കേൾക്കാനും ആളുമില്ലാതെ നിങ്ങൾ സിനഡാലിറ്റി എന്ന് പറയുകയും ഒരുമിച്ച് നടക്കുക എന്ന് പറയും, സഭയാണെന്ന് പറയുകയും ചെയ്തിട്ട് ഇങ്ങനെ കുറ്റവാളികളെ വളർത്തിയെടുക്കുന്ന ഒരു സഭയായി സീറോ മലബാർ സഭ അധപതിച്ചതിൽ ഞാൻ പാംപ്ലാന്യമയോ പിതാവിനെയോ, കാരണം
ഞാൻ തലശ്ശേരിക്കാരനാണ്. പിതാവിനെ ഞാൻ കുറ്റം പറയുന്നില്ല, പിതാവിനെ മാത്രം കുറ്റമാണ് പറഞ്ഞ് ഇത്ര നേരം പറഞ്ഞു മുഴുവൻ കുറ്റമാണല്ലോ എല്ലാവരുടെയും. അതുപോലെ തട്ടിൽ പിതാവിനെയും എനിക്ക് നല്ലപോലെ പരിചയമുള്ളതാണ്, പിതാവിനെയും പറയുന്നില്ല. പക്ഷേ അതേ ഉത്തരവാദിത്വം എല്ലാ പിതാക്കന്മാർക്കും ഉണ്ട്. അത് പോളി പിതാവാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പുള്ളി എൻ്റെ 1 വർഷം സീനിയറാണ്, അപ്പോൾ മറ്റെൻ്റെ കൂട്ടത്തിലുള്ള നിങ്ങൾക്കറിയാം. രാമനാഥപുരത്തുള്ള പോളി പിതാവാണെങ്കിലും അല്ലെങ്കിൽ താമരശ്ശേരിയുള്ള റെമീജിയസ് ആണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ മുഴുവൻ ഹെഡായിട്ടുള്ള ചെറുപ്പണത്താണെങ്കിലും 86 മാർപ്പാപ്പ വന്ന് കുർബാന ചൊല്ലിയ ആദ്യത്തെ കുർബാന, അത് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അംഗീകരിക്കപ്പെട്ട് ഫുൾ പവറിൽ വന്ന ആ കുർബാന ആദ്യം പഠിച്ച് ചെല്ലിയ ബാച്ചിൽ നിങ്ങൾ 3 പേരെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? അതോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നുള്ള പേടിയുണ്ടോ? ഒരുത്തനും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നില്ല. പ്ലീസ് ടേക്ക് ആക്ഷൻ. വിശ്വാസികളെ ഏതെങ്കിലും ഒരു സമരത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ സമരങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ വിശ്വാസികൾ തമ്മിലടിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കുറ്റവാളികളായ അച്ഛന്മാരെ വളർത്തിവിടുകയും മറ്റുള്ള സഭയോടൊത്ത് നിൽക്കുന്ന വൈദികരെ പീഡിപ്പിക്കപ്പെടുകയും. ഭരണികുളങ്ങര അച്ഛൻ എൻ്റെ ജസ്റ്റ് ജൂനിയറാണ് അച്ഛനാ തൃപ്പൂണിത്തുറ ഇടവകയിൽ പോയിട്ട് അവിടുന്ന് സഹിച്ച് അവസാനം അച്ഛൻ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ഗുണ്ടായിസം ചെയ്യുന്ന വൈദികരുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത്? കർത്താവ് നമ്മളുടെ ക്ഷമയും സ്നേഹവും അല്ലേ പഠിപ്പിച്ചത്? ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ആരും വൈരാഗ്യം വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇത്രയും നാൾ മാണിപ്പറമ്പിലച്ഛൻ എല്ലാം നന്നായിട്ട് പറയുന്നുള്ളത് കൊണ്ടും പലരും അതുപോലെ പല ചാനലുകളും പറയുന്നത് കൊണ്ടും ഞാനൊന്നും മിണ്ടാതിരുന്നതാണ്. പക്ഷേ കല്ലുകൾ പോലും വെറ്റ് കേപ്പായും കാപ്പായും വരെ മാണ്ഡ്യ രൂപതയിലായെങ്കിൽ, അതുപോലെ തന്നെ കോടികളുടെ പൈസ കൊണ്ടുപോയ പിതാവും ഇടയന്ത്രത്ത് പിതാവും എല്ലാം ഇന്നും പൈസയുടെ മുകളിൽ അടയിരിക്കുന്നവരുണ്ടായിട്ടും ഇവരെല്ലാം പിതാവായിട്ട് നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇവരിലൂടെ എങ്ങനെയാണ് നടക്കുക? പലതും കടത്തി പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ എനിക്ക് അത് അത്രയും ആവശ്യമില്ല. ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്, വൈദികർക്കും മനസ്സിലാകുന്നുണ്ട്, പിതാക്കന്മാർക്കും മനസ്സിലാകുന്നുണ്ട്. സഭയെ ഒരിക്കലും നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരത്തിലിരിക്കുന്ന മെത്രാന്മാരും അവരോടൊപ്പം നിൽക്കുന്ന ക്യൂരിയായിലെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പല തസ്തികകളിലുള്ള അച്ഛന്മാരും ഉണ്ടല്ലോ. പണം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം കൊണ്ടോ സഭയെ നശിപ്പിക്കാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങളുടെ എല്ലാം പേരുകൾ ഇന്നത്തെ ഈ സിനഡിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ സീറോ മലബാറിലുള്ള സഭയിലുള്ള എല്ലാ പിതാക്കന്മാരുടെയും പേര് വരുന്ന കാലങ്ങളിൽ സഭയുണ്ടെങ്കിൽ ചരിത്രത്തിൽ നിങ്ങളുടേത് കരിക്കട്ട കൊണ്ട് എഴുതപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ പേരുകൾ സ്വർണ്ണ അക്ഷരങ്ങളിലല്ല, കരി അക്ഷരങ്ങളിലായിരിക്കും എഴുതപ്പെടുക. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. അതുപോലെ എനിക്ക് അൽമായ മുന്നേറ്റം, അതുപോലെ കാത്തലിക് നസ്രാണി അസോസിയേഷൻ, വോയിസ് ഓഫ് ട്രൂത്ത്, അങ്ങനെ ഒത്തിരി ഞാൻ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല. നിങ്ങളെല്ലാവരും പല ഗ്രൂപ്പായിട്ട് നിൽക്കാതെ നിങ്ങളെല്ലാവരും ഒന്നിക്കണം. കൂനം കുരിശ് സത്യത്തിൽ ഒന്നിച്ച നസ്രാണികളുടെ മക്കളാണ് നമ്മളെങ്കിൽ ഇന്നത്തെ സഭയിൽ നടക്കുന്ന അന്യായങ്ങൾക്കെതിരായി അന്ന് നമ്മളുടെ അച്ഛന്മാരെ പലതരത്തിൽ ഉപദ്രവിച്ചു എന്നും പറയും നമ്മൾ ലത്തീൻകാരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന തിരുസഭയെ പൗലോസ്ലീഹ പറഞ്ഞതനുസരിച്ച് യേശു ശിരസും നമ്മൾ അംഗങ്ങളുമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സഭ, മൗതിക ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നും തുടരുന്നത് ഈ സഭയിലുമാണ്. ഈ സഭയിലുള്ള മക്കളെ പിച്ച് ചിന്തിക്കാനും അവരിൽ തമ്മിലടുപ്പിക്കാനും വേണ്ടി അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ഈ സഭയെ ഏതെങ്കിലും തരത്തിൽ രക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തൂവലുകൾ നിങ്ങളുടെ തൊപ്പിയിൽ തൂക്കിക്കൊണ്ട് നിങ്ങൾക്ക് അർമാദിക്കാമെന്ന് ആയിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത് പിതാക്കന്മാരെ. അതുകൊണ്ട് ഞാൻ അൽമാരോട് പറയുന്നത്, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൂരൻകുരിശ് സമയത്ത് മട്ടാഞ്ചേരിയിലെ കുരിശിൽ ആലാത്ത് കെട്ടി അതിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞ പിതാക്കന്മാരുടെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മൾ പല രൂപത്തിൽ, നിങ്ങൾ പല പേരിൽ വിട്ടു നിൽക്കാതെ, എനിക്ക് ആരുടെയും നമ്പറില്ല, ഞാൻ ചാനലുകൾ കാണുന്നതല്ലാതെ എനിക്ക് ആരെയും അറിയത്തില്ല. ഇതുകൊണ്ട് ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ആരുടെയെങ്കിലും എടുത്തെത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞ് അവരോട് ഒന്നിക്കുക, യുണൈറ്റഡ്, ഒന്നല്ലെങ്കിൽ ഒന്നുമില്ല.
അതുപോലെ യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. നിങ്ങൾ പല സ്ഥലത്തും പ്രസ് കോൺഫറൻസുകൾ, അതുപോലെ മീറ്റിങ്ങുകൾ എല്ലാം നിങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാം നല്ലതാണ്. പക്ഷേ എല്ലാവരും ഒന്നിക്കൂ. യേശു ക്രിസ്തു ഒരാളാണ്, ഒരേ മാമുദിസ, ഒരേ വിശ്വാസം. നമ്മൾ തോമായുടെ മക്കളാണ്. വരുവിൻ, അവനോട് കൂടെ പോകാം, മരിക്കണമെങ്കിൽ മരിക്കാം എന്ന് പറഞ്ഞ തോമാസ് ലിഹായുടെ ആ ചൈതന്യം, ആ പവർ നിങ്ങളിലേക്ക് ഈ സമയത്ത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നില്ല, കാരണം ഇത് ഇടത്തേ കൊണ്ട് അച്ഛൻ എന്താണ് ആരാധിച്ചെന്ന് പറയും. എല്ലാവർക്കും നന്ദി. ദൈവം നമുക്ക് നല്ലൊരു ഭാവി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം. ജയ് ക്രൈസ്റ്റ്.